അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ ഉപവിഷ്ടരായ നമ്മുടെ യോഗത്തിൻ്റെ സ്വാഗത പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട ഖവറാനാജി ഖാദിൽ സാഹിബ്, കേരള മുസ്ലിം കൾച്ചറൽ സെൻ്ററിൻ്റെ മുൻകൂത കമ്മിറ്റിയുടെ പ്രഗത്ഭരും പ്രശസ്തരുമായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാനിന്നിവിടെ വന്നത് പ്രസംഗിക്കണം എന്ന് കരുതിയിട്ടല്ല, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. ഇവിടെ എത്തിയപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ, നമ്മളെ വിശിഷ്ട അതിഥികൾ, മുൻകൂത കേരള മുസ്ലിം കൾച്ചറൽ സെൻ്ററിൻ്റെ തിരുനെറ്റിയിൽ ഒരു പുതിയ തിലകക്കുറി ചാർത്തപ്പെടുന്ന ഈ സുദിനത്തിൽ പ്രഗത്ഭരായ പ്രാസംഗികന്മാരെ വെച്ചുകൊണ്ട് ഇവിടെ നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ ഏതാനും നിമിഷങ്ങൾക്കകം അവരിവിടെ എത്തിപ്പെടുകയുള്ളൂ. അതിനു മുമ്പ് നമുക്കിങ്ങനെ ആൾ വന്ന് കാത്തിരിക്കുകയാണ്. ഉദ്ഘാടനവും മറ്റു പരിപാടികളും നടത്താമെന്ന് മജീദ് സാഹിബൊക്കെ പറഞ്ഞതുകൊണ്ട് തുടങ്ങുകയാണ്. ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ അനർഹനാണ്, എങ്കിലും എന്നെ വിളിച്ചത് നിങ്ങളിൽ പഴയ ആൾക്കാരുള്ളതിൽ പങ്കെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് സുദീർഘമായൊരു ഭാഷണത്തിന് ഞാൻ അശക്തനാണ്. എങ്കിലും ഈ സംഘടനയോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള ഈ മഹബത്ത് അനുസരിച്ചുകൊണ്ട് മഹത്തായ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരവസരം എനിക്ക് തന്നതിന് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ ശുക്ർ ചെയ്യുന്നു. ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പ്രകാശിക്കുന്നു. ഈ വേദിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുൻപതയിലെ ഖാദറാജിയുടെ ഒക്കെ സീസണിലുള്ള ഏറ്റവും ഒരു പഴയ വ്യക്തിയാണ്. ഈ വേദിയിൽ എനിക്ക് സംസാരിക്കാൻ കിട്ടുന്ന രണ്ടാമത്തെ അവസരമാണ്. കഴിഞ്ഞ വർഷം, ഒരു വർഷമായി തോന്നുന്നില്ല, മുൻകൂത പ്രവാസി അസോസിയേഷന്റെ ഒരു യോഗത്തിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. അന്ന് വളരെ സജീവമായി അതിൽ പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ സ്പർശിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായിരുന്ന സുബൈർ മൗലവി, അദ്ദേഹം വളരെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു റമദാനിൽ ഒരു സായം സന്ധ്യയെ നമ്മൾ വിട്ടുപിരിഞ്ഞുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനും അതോടൊപ്പം നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരട്ടെ. ആമീൻ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ. പരിശുദ്ധ ഖുർആനിലൂടെ മുസ്ലിം സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. വലനബ്ലുവന്നകും, നിശ്ചയം നിങ്ങളെ നാം പരീക്ഷിക്കും, ബിശൈഇൻ, ചില വസ്തുതകളെ കൊണ്ട്, മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി, വിശപ്പ്, പേടി, സാമ്പത്തിക ദാരിദ്ര്യം തുടങ്ങിയ കാരണങ്ങളെ കൊണ്ട് സംഭവങ്ങൾ, പരീക്ഷണങ്ങൾ നൽകി അള്ളാഹു നിങ്ങളത് പരീക്ഷിക്കും, നമ്മെ പരീക്ഷിക്കും. വബശ്ശിരിസ് സാബിരീൻ, ഈ അവസ്ഥയിൽ ക്ഷമിക്കുന്നവര് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അവരുടെ ചരിത്രത്തിന്റെ, ഇന്നലകളുടെ ചരിത്രത്തിന്റെ താളുകളിൽ അനുഭവിക്കേണ്ടി വന്ന പരീക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണമാണ് അനധിവിദൂരമായ ഭാവിയിൽ ഇന്ത്യ രാജ്യത്ത് വരാൻ പോകുന്നത് എന്ന് കണക്കുകൂട്ടിയ ആൾക്കാർ പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ത്യയിലെ മുസ്ലിംകൾ മാത്രമല്ല, ലോക മുസ്ലിമീങ്ങൾ, ലോകത്തിന്റെ വിവിധ വശങ്ങളിൽ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന കഷ്ടപ്പാടും വേദനയും വേവലാതിയും ഇന്നലെ ഫേസ്ബുക്ക് തുറന്നപ്പോൾ ബർമ്മയിൽ ഒരു സ്ഥലത്ത് കണ്ട ഒരു കാഴ്ച ഫേസ്ബുക്കിൽ വന്നത് ഇന്ന് വൈകുന്നേരം വരെ എൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചു. അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഞങ്ങളുടെ വയനാട്ടിലൊക്കെ ഇഞ്ചി കൃഷി നടത്തുന്ന സ്ഥലത്ത് വയലേലകളിൽ
ഇഞ്ചി വിത്ത് മുറിച്ചു കൂട്ടിയാൽ അതിൻ്റെ മുകളിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ സുഭിക്ഷമായിട്ട് കിട്ടുന്ന വാഴയിലയുണ്ട്. ഇഞ്ചി വിത്ത് ഇങ്ങനെ മുറിച്ചു കൂട്ടിയാൽ ഒരു 10-15 വാഴ വില വെട്ടിയിട്ട് അതിൻ്റെ മുകളിലിടും. സൂര്യപ്രകാശം തട്ടി ആ വിത്തിന്റെ മുള നശിക്കാതിരിക്കാൻ. അതുപോലെ ബർമ്മയിൽ ഒരു സ്ഥലത്ത് മുസ്ലിം സമുദായത്തിലെ 10-25 പേരെ കൊന്നിട്ടിട്ട് അതിൻ്റെ മുകളിൽ വയനാട്ടിലെ പോലെ വാഴയിലയിട്ട് വെട്ടിയിട്ട് മറച്ച ഒരനുഭവം, ഒരു സംഭവം ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടത് ഇന്ന് വൈകുന്നേരം വരെ എൻ്റെ മനസ്സിനെ മതിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ബീഫിന്റെ പേരിൽ പല കാരണങ്ങളെ കൊണ്ടും ഈ സമുദായം ശിക്ഷിക്കപ്പെടുന്നത്, അടിക്കപ്പെടുന്നത്, അപമതിക്കപ്പെടുന്നത് നമുക്കറിയാം. ഇന്ത്യ സ്വതന്ത്രമായ അന്ന് മുതൽ ഇന്ത്യയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രി അപരാധികളായ ഇംഗ്ലീഷുകാരുടെ കൈകളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ മോചിപ്പിക്കാൻ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് വേഷങ്ങൾ അനുഭവിച്ച് പട്ടിണി കടന്ന് ഇന്ത്യയിലെ മറ്റെല്ലാ മതവിശ്വാസികളെയും പോലെ നമ്മളും പങ്കെടുത്തു. 47 ആഗസ്റ്റ് 15 അർദ്ധരാത്രി ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിന്റെ പുകത്തുഴലിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു വെളുത്ത പുക ഉയരും എന്നായിരുന്നു നാം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആഗസ്റ്റ് 15 അർദ്ധരാത്രി അങ്ങ് പഞ്ചാബിന്റെ അതിർത്തികൾ കടന്ന് പാകിസ്ഥാനിലേക്ക് പോയ തീവണ്ടി ബോഗികളിൽ ഇന്ത്യയിലെ പാവപ്പെട്ട മുസൽമാന്റെ മരിച്ച കബന്ധങ്ങൾ കുത്തിനിറച്ചുകൊണ്ടായിരുന്നു എന്ന് നമ്മുടെ ഇന്നലെയുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അന്ന് നവഖാലിയിലെ ഒരു പട്ടണത്തിൽ അർദ്ധനഗ്നനായിരുന്ന ഒരു ഫക്കീർ മഹാത്മാഗാന്ധിജി അരുതരുത് എന്ന് പറഞ്ഞിട്ടും ഇന്ത്യയുടെ നഗരാന്തങ്ങളിൽ ഗ്രാമാന്തങ്ങളിൽ പാവപ്പെട്ട സമുദായത്തെ അറുകൊല ചെയ്യുകയായി. അവിടെ നിന്ന് ഇങ്ങോട്ട് നാം സ്വാതന്ത്ര്യം നേടിയെടുത്ത ഇന്ത്യയുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ റാഞ്ചിയിൽ, റൂർക്കലയിൽ, ജാംഷഡ്പൂരിൽ, ചിക്കമംഗലൂരിൽ, ബീഹാറിൽ, ഭീവണ്ടിയിൽ, സൂറത്തിൽ, മീററ്റിൽ, ഗുജറാത്തിൽ ആയിരക്കണക്കായ മുസ്ലിം സമുദായത്തെ ഇല്ലായ്മ ചെയ്ത കഥ നമുക്കറിയാം. എന്റെയും നിങ്ങളുടെയും സഹോദരിമാരെ, മച്ചയും മാംസവുമുള്ള സഹോദരിമാരെ പരസ്യമായി ബലാത്സംഗം ചെയ്തു. ഗുജറാത്തിൽ നാം കേട്ടു, വീട്ടിലേക്ക് കയറി വന്ന BJP-ക്കാര് അവരുടെ തൃശൂലത്തിൽ ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് കുത്തിക്കീറി അതിന്റെ ഉള്ളിൽ ചെറിയ പിഞ്ചു പൈതലിനെ കുത്തിയെടുത്ത് അഗ്നിയിൽ വെച്ച് കത്തിച്ച കഥ വേദനയോടുകൂടി നമുക്കറിയാം. ആയിരക്കണക്കിന് വർഷങ്ങൾ ഇന്ത്യയിലെ മുസൽമാന്മാർ ആരാധിച്ചിരുന്ന പരിശുദ്ധമായ ബാബരി മസ്ജിദ് തല്ലിത്തകർത്തതിനു ശേഷം, തച്ചു പൊളിച്ചതിനു ശേഷം ഇന്ത്യ രാജ്യത്തിലെ ഇതര വശങ്ങളിൽ എന്തുണ്ടായി? എന്നെയും നിങ്ങളെയും പോലെ മച്ചയും മാംസവുമുള്ള മുസൽമാന്മാരെ വലിയ ഭോഗികളിൽ, വണ്ടികളിൽ കയറ്റി മലഞ്ചരിവിൽ കൊണ്ടുപോയി അവരെ തീയിട്ടു. തലകീഴായി മുസ്ലിം യുവാക്കളെ കെട്ടിത്തൂക്കി കൊന്നിട്ട് അവരുടെ മൃതശരീരങ്ങൾ കാക്കയും കഴുകനും ഭക്ഷിക്കുന്ന അവസ്ഥ ഇന്ത്യ രാജ്യത്ത് നാം കണ്ടു. ഇങ്ങനെ അന്നു മുതൽ ഇന്നുവരെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഈ രാജ്യത്തിന്റെ തോട്ടത്തിലെ ഇന്ത്യയാകുന്ന ആരാമത്തിലെ പുഷ്പങ്ങളാണ്. സ്നേഹത്തോടുകൂടി നമ്മൾ ജീവിക്കണം, സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കണം, മതമൈത്രിയിൽ നടക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവങ്ങളുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല, ഒരുപാട് വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് ഞാൻ മറക്കുന്നില്ല. ഇന്ന് ലോക മുസ്ലിങ്ങളോടൊപ്പം നമ്മളും വലിയ ഒരു വ്യാഘ്രം നമ്മെ വിഴുങ്ങാൻ വായ തുറന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഒരു പഠനം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറുടെ പഠനം വായിക്കേണ്ടത് അദ്ദേഹം പറയുന്നു, 2027 ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ഒരു റമദാനിലെ സൂര്യഗ്രഹണവും അതിനുശേഷമുള്ള ചന്ദ്രഗ്രഹണവും ഇവിടെ പുലരാൻ പോവുകയാണ്. കണക്ക് കൂട്ടിയ ആൾക്കാർ കണ്ടെടുത്തിരിക്കുന്നു. അദ്ദേഹം ആ പഠനത്തിൽ പറയുന്ന ഇന്ത്യയിൽ ഹൈന്ദവ ഭീകര തീവ്രവാദികൾ, ഇന്ത്യയിലെ ഹിന്ദുക്കൾ തീവ്രവാദികളാണെന്നോ വർഗീയവാദികളാണെന്നോ അഭിപ്രായം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 2-3 മതങ്ങളെ പ്രസവിക്കുകയും
വൈദേശികമായ പ്രബലമായ ക്രിസ്ത്യൻ ഇസ്ലാം എന്നീ രണ്ടു മതങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്തവരാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ. ബുദ്ധമതം, ജൈനമതം, ഹിന്ദുമതം തുടങ്ങി ബുദ്ധമതവും ജൈനമതവും എന്ന രണ്ടു മതങ്ങളെ പ്രസവിക്കുകയും വൈദേശികമായ രണ്ടു മതങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്തവരാണ് ഇന്ത്യയിലെ ഹൈന്ദവർ. പക്ഷെ അവരെ മുതലെടുത്ത് മൂടുപടമാക്കി ഇന്ത്യയിലെ ഇതര സമുദായങ്ങൾ വളരുന്ന ചെറിയ പിഞ്ചു പൈതങ്ങളുടെ മനസ്സുകളിൽ പോലും വർഗീയതയുടെ തീവ്രതയുടെ വികാരം കുത്തി നിറച്ച് ഇന്ത്യ ചോരപ്പുഴയെടുക്കാനുള്ള ഒരു അവസ്ഥ ഇന്ത്യയിൽ സംജാതമായി കൊണ്ടിരിക്കുകയാണ്. ആ പഠനത്തിൽ പറയുന്ന ഇന്ത്യയിൽ ഹൈന്ദവ തീവ്രവാദികൾ, VHP സംഘങ്ങൾ, ബജറംഗ് സംഘങ്ങൾ ഇന്ത്യയിൽ ശക്തമാകും. ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ അതുപോലെ ദളിതർ ഇന്ത്യ രാജ്യത്ത് കൊല്ലപ്പെടും. അതിനാണ് സാധ്യത. അങ്ങനെ ആയിരങ്ങളും പതിനായിരങ്ങളും കൊല്ലപ്പെട്ട ശേഷം ഇന്ത്യയിലെ ഹൈന്ദവർ തന്നെ സടകുടന്ന് എഴുന്നേറ്റ് പറയും, ഇനി ഈ രാജ്യത്തിന് കേടാണ്, നമ്മുടെ നാടിവർ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അവർക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭം ഇന്ത്യ രാജ്യത്തുണ്ടാകും. അതൊക്കെ ഇവിടെ പുലരാൻ പോവുകയാണ്. നമ്മെ സംബന്ധിച്ചാണ് ഉസ്താദ് പറഞ്ഞതുപോലെ സബൂറാക്കി നിങ്ങൾ കേട്ടില്ല, കൊടിഞ്ഞിയിലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനെ കൊന്നത്. അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലിയെടുക്കുക. എന്താ സെലിന്റെ പേര്? ഫൈസൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൈസലിന്റെ ഖബറിലും പ്രകാശമാക്കി കൊടുക്കട്ടെ. സൗദി അറേബ്യയിൽ വെച്ച് മതം പഠിച്ച് മുസ്ലിമായത്, ആരും നിർബന്ധിച്ചോ കാശ് കൊടുത്തോ മുസ്ലിമാക്കിയതല്ല. കൊടിഞ്ഞി മുസ്ലിങ്ങൾ ഭൂരിപക്ഷം തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ ഒരു പ്രദേശം. കൊടിഞ്ഞിപ്പള്ളി എന്ന് പറഞ്ഞ സത്യത്തിന് വെക്കുന്ന കേരളം മുഴുവൻ പേര് കേട്ട ഒരു പള്ളിയുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് അദ്ദേഹം മുസ്ലിമായി നാട്ടിൽ ചെന്നു, തിരിച്ചു പോയി. നിങ്ങളൊക്കെ എന്നെക്കാൾ കൂടുതലായി പഠിച്ചിരിക്കും. എന്ത് വേദനാജനകമാണ്. അവനവന് തോന്നുന്ന ആശയങ്ങൾ അംഗീകരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ ഇന്ത്യ രാജ്യത്തുണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോയാൽ ഒരുപാട് പറയാനുണ്ടാവും. കേരള മുസ്ലിം കൾച്ചറൽ സെന്ററിന്റെ പ്രവർത്തകരാണ് എന്ന നിലയ്ക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്ത് പരീക്ഷിക്കപ്പെട്ട 2-3 ആശയ സ്രോതസ്സുകളിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അടിസ്ഥാനമുള്ളതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഘടനയുടെ അനുയായികളാണ് നമ്മൾ. ഒരു സംഘടനയെ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബിനെ സംബന്ധിച്ച് തമിഴിലുള്ള പ്രസംഗം വല്ലാതെ ആകർഷിക്കും. ചെറ്റക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഒരു സമുദായത്തിൽ നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇന്ത്യ രാജ്യത്ത് സ്വന്തം മണ്ഡലം കാണാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇസ്മായിൽ സാഹിബ്. ഇന്ത്യയിലെ അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ മകൻ റിയാഖാനെ ആ പട്ടാളത്തിലേക്ക് എടുത്തോളൂ എന്ന് പറഞ്ഞ വീരനായ ഒരു. ഏറ്റവും അവസാനമായി നാം കണ്ട ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു നമുക്ക് ഈ സംഘടനയെ കൈപിടിച്ചിരുന്ന അവരുടെയൊക്കെ അവർ പ്രകാശമാക്കി കൊടുക്കട്ടെ. അവർക്ക് അള്ളാഹു പറഞ്ഞ് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. എന്ത് പറയുകയല്ലാതെ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും അവർക്ക്. കേരളത്തിലെ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിനെ മുറുകെ പിടിച്ചതുകൊണ്ട് ഇന്ത്യയിലെ ഇതര പ്രദേശങ്ങളെക്കാൾ മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി തല ഉയർത്തി നിൽക്കാനും ഇസ്ലാമിന്റെ ആവേശത്തോടെ മക്കളെ വളർത്താനും കഴിയുന്നു എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ വയനാട്ടുകാരെ പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരിക്കാർ മുസ്ലിം ലീഗിനെ കൊണ്ട് മുസ്ലിം സമുദായത്തിനുള്ള ഗുണം മനസ്സിലാക്കാൻ വളരെ ദൂരമൊന്നും ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം സുൽത്താൻ ബത്തേരിയിൽ മൂന്ന് ജില്ലകളുടെ 3 സംസ്ഥാനങ്ങളുടെ സംഗമം കൂടിയാണ്. മൈസൂര്, തമിഴ്നാട്, കേരളം. സുൽത്താൻ ബത്തേരി 3 സംസ്ഥാനങ്ങളുടെ സംഗമം കൂടിയാണ്. കേരളത്തിൽ വയനാട്ടിൽ ഞങ്ങള് നമ്മുടെ മുട്ടിൽ എത്തിക്കാണെന്ന് അറിയാം. അവിടെ മുസ്ലിംകൾ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്, WMO, വയനാട് മുസ്ലിം പ്രവർത്തകർ. അവിടെ കോളേജ് നടത്തുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ്. കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു കലാലയം നടത്തുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം വയനാട്ടിലേക്ക്. അവിടെ നിന്ന് 15 കിലോമീറ്റർ പോയാൽ തമിഴ്നാട്ടിലെന്താ ഗൂഡല്ലൂർ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹത്തിന്റെ പേരുള്ള യതീംഖാന. ആ യതീംഖാനയ്ക്ക് ഒരു LP സ്കൂൾ കിട്ടാൻ 15 വർഷത്തെ ശ്രമം നടത്തിയിട്ട് ഏതാനും വർഷങ്ങൾ
വർഷത്തോപ്പാണ് സാധിച്ചു കിട്ടിയത്. ഞങ്ങളുടെ കേരളത്തിൽ മുസ്ലിം ലീഗ് അവരുടെ എത്തിക്കാനെയും BEd സയൻസ് കോളേജ്, കമ്പ്യൂട്ടർ സയൻസ് കോളേജ് നടത്തും. കോട്ടയം, മൈസൂരിലൊക്കെ പോയാൽ എന്താ സ്ഥിതി? ഗുണ്ടൽപേട്ടയിൽ മുനിസിപ്പാലിറ്റിയിൽ ചെന്നാൽ കാണാം വലിയ താടിയുള്ള വലിയ തഴമ്പുള്ള ആൾക്കാർ, പട്ടാണിമാർ, സായിമാർ വന്നിട്ട് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻമാർ വരുമ്പോഴും ഏമാനെ എന്ന് പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി നടക്കുന്നത് കാണാം തുച്ഛമായി. കേരളത്തിലെ സുൽത്താൻ ബത്തേരിയിലെ പഞ്ചായത്തിൽ ചെന്നാൽ അവിടെ ഒരു മുസ്ലിം കോൺട്രാക്ടർ കയറി വന്നാൽ അവിടുത്തെ ഓഫീസർ പറഞ്ഞിരിക്കും, എന്താണ് ഇസ്ലാമിന്റെ സ്ഥിതി, മുസ്ലിം ലീഗ് എന്തിന് വെട്ടാനുള്ള വാളും തടിക്കാനുള്ള പരിചയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ആശയപരമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു മൊയ്‌മൂൻ. അദ്ദേഹം സുൽത്താൻ ബത്തേരിയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ആ മദ്രസയിൽ വെച്ച് പ്രസംഗിച്ച ഒരു പ്രസംഗം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. കേരളത്തിലെ മുസ്ലിങ്ങളെ പോലെ ഇസ്ലാമിക ആവേശം മുഴുകെ പിടിക്കുന്ന ഒരു സമൂഹം ലോകത്തെവിടെയുമില്ല. കേരളത്തിലെ മുസ്ലിങ്ങളെ പോലെ അകവും പുറവും മുസ്ലിമായി ജീവിക്കുന്ന ഒരു സമൂഹം, സംഘടനാ ശക്തിയുള്ള, സംഘടനാ ശേഷിയുള്ള, സംഘടനാ ശേഷിയുള്ള ഒരു സമൂഹം ലോകത്തെവിടെയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് പോലും ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. നിങ്ങൾക്കറിയാമോ, 1947 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിടിച്ചു നിർത്തിയ അവസരം പദ്ധതികളെത്തുന്നതുവരെ 1947 ഇന്ത്യ രാജ്യം സ്വതന്ത്രമായപ്പോഴേ അന്ന് പ്രബലമായ 2-3 ചിന്തകളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും കോൺഗ്രസിന്റെയും ചിന്ത. അവർ പറഞ്ഞു, ഇന്ത്യയിൽ അവശേഷിക്കുന്ന മുസ്ലിം ലീഗുകൾ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ അണിനിരന്ന് കോൺഗ്രസ് ചേർന്ന് അല്ല മറ്റെന്തെങ്കിലും സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിട്ട് ദേശീയവാദികളായി തീരട്ടെ. രണ്ടാമത്തൊരു ചിന്തയുണ്ടായിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചിന്തയാണ്. അവർ പറഞ്ഞു, നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ അർഹതയില്ല, ഇവിടെ ഹുകൂമത്തെ ഇലാഹി വരണം, ഇത് ദൈവിക ഭരണമല്ല, അതുകൊണ്ട് ഇന്ത്യയിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പാടില്ല, ഇന്ത്യയിൽ നമുക്ക് നികുതി കൊടുക്കാൻ പാടില്ല, ഇന്ത്യയിലെ താവൂത്തി ഭരണത്തിന് ജീവിക്കാനും അവരെ അംഗീകരിക്കാനും നമുക്ക് പാടില്ല എന്ന് പറയുന്ന അബുൽ അഅ്ല മൗദൂദിയുടെ രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്തെ ചിന്ത മഹാനായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ചിന്തയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ലീഗ് ഇവിടെ സംഘടിപ്പിക്കണം, മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കണം, ആരാന്റെ കൈ തലയ്ക്ക് വെച്ചുറങ്ങാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് കീഴിൽ അണിനിരന്ന് സംഘടിക്കണമെന്ന മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ സിദ്ധാന്തമായിരുന്നു മൂന്നാമത്തെ സിദ്ധാന്തം. നമുക്കറിയാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യ രാജ്യത്ത് ആ സിദ്ധാന്തമാണ് ജയിച്ചത്, മറ്റതൊക്കെ കഴിഞ്ഞില്ല. എന്തുമാത്രം സ്വർണം അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാകുമെന്ന് കരുതി പാണക്കാട്ട തങ്ങളോട് എനിക്ക് മാനസികമായി ഒരു അകൽച്ച തോന്നി എന്നാണ് ഹസ്സനാജി എഴുതിയത്. അങ്ങനെ ആ ജ്വല്ലറി ഉദ്ഘാടനം കഴിഞ്ഞ് ആ ജ്വല്ലറിക്കാരൻ ആ സ്വർണത്തിന്റെ സാധനം, ആ പെട്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ കാലിന്റെ ഡിക്കിൽ വെച്ചു കൊടുത്ത്, ബാക്കിൽ വെച്ചു കൊടുത്ത് തിരിച്ചു പോയി. ജ്വല്ലറിയോട് പറഞ്ഞു, നിങ്ങൾ തങ്ങളോടുകൂടി തന്നെ തിരിച്ചു പോയിക്കൊള്ളൂ, മനമില്ല മനസ്സോടെ തങ്ങളോട് മാനസികമായി ഒരൽപ്പം അകലച്ച മനസ്സിൽ വെച്ചുകൊണ്ട് ഹസ്സനാജിമാർ കാലം കയറി. അങ്ങനെ മലപ്പുറത്തൊരു സ്ഥലത്ത് അടുത്തെത്താനായപ്പോഴും തങ്ങളോട് ഡ്രൈവറോട് പറഞ്ഞു, കാറ് സൈഡാക്കി, ഇവിടെ ഇന്നലെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ട്, അവിടെ ഒന്ന് കയറിയിട്ട് പാർട്ടിയാകും പറഞ്ഞു. അങ്ങനെ കാറ് സൈഡാക്കി അവരാ വീട്ടിലിറങ്ങി. തങ്ങൾ ആ വീട്ടിൽ കയറി ആ ഫാത്തിഹാരെ വിളിച്ചു. അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് പ്രാർത്ഥിച്ച് ദുആ ചെയ്തു ആ മരിച്ച വീട്ടിൽ. അപ്പോഴേക്ക് അടുത്തുള്ളവരൊക്കെ ഓടി വന്നു. തങ്ങൾ വന്നിരിക്കുന്നു എന്നറിഞ്ഞ് എല്ലാവരും ഓടി വന്നു. കൂട്ടത്തിലൊരു സ്ത്രീ തങ്ങൾ ദുആ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തങ്ങളുടെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ എന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചു, യാതൊരു രക്ഷയുമില്ല, കൊടുക്കാനുള്ളതൊന്നും കണ്ടുവച്ചിട്ടില്ല, വളരെ വിഷമത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് പ്രിയപ്പെട്ട തങ്ങൾ എന്തെങ്കിലും തരണം എന്ന സ്ത്രീ പറഞ്ഞില്ല.
ആ സ്ത്രീ പറഞ്ഞത്, തങ്ങളൊന്ന് ദുആ ഇറങ്ങുന്നു തരണം, യാതൊരു ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാതെ എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞു കിട്ടാൻ അങ്ങൊന്ന് ദുആ ചെയ്തു തരണം തങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ചോദിച്ചു, കൊടുക്കാനും കിട്ടാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. എന്താ കൊടുക്കുന്നത്? ഇന്നതിന്റെ വസ്തുത പറഞ്ഞു. അവിടെ ഇരുന്ന് തങ്ങൾ ഡ്രൈവറോട് പറഞ്ഞു, നീ പോയിട്ട് ആ കാറിന്റെ ഡിക്കിലുണ്ട് ആ പെട്ടി, ഒരു സ്വർണത്തിന്റെ പെട്ടി, ആ പെട്ടി എടുത്തു കൊണ്ടുപോകാം. ഡ്രൈവർ പോയിട്ട് ആ പെട്ടിയെടുത്ത് തിരിച്ച് തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. തങ്ങള് പെട്ടി വാങ്ങിയിട്ട് പാവപ്പെട്ട തന്റെ മകളുടെ കല്യാണത്തിന് ഒന്ന് ദുആ ചെയ്തു തരണമെന്ന് പറഞ്ഞ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിലെന്തുമാത്രം സ്വർണ്ണമുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് മതിയാകുമോ എന്ന് നോക്കൂ, ഇല്ലെങ്കിൽ പാണക്കാട്ടേക്ക് വന്നോളൂ. അസ്സലാജി പറയാ, എന്റെ കാല് ഇടറിപ്പോയി, വിറച്ചുപോയി എന്റെ കാല്, എന്റെ കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞുപോയി. ഈ തങ്ങളെ പറ്റിയാണല്ലോ പാലക്കാട് നിന്ന് തിരിച്ച് ഇവിടെ എത്തുന്നത് വരെ ഇതുപോലെ എന്തുമാത്രം സ്വർണ്ണങ്ങൾ ഇവർ സമ്പാദിക്കുന്നുണ്ട് എന്ന ഒരു ദുഷ്ചിന്ത ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞ് എന്റെ കാല് വിറച്ചുപോയി. ഇതാണ് പാലക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങൾ. അവർ മഹാന്മാരായിരുന്നു. വാഫത്തങ്ങൾ അതുപോലെയായിരുന്നു, സീരി സാഹിബ് അതുപോലെയായിരുന്നു, CH മുഹമ്മദ് വായ്മകൾക്കാരും. ഞാനൊക്കെ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എന്തിനാണ് എങ്ങനെയാണ് ലീഗായത്? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്റെ ഓർമ്മയായ കാലഘട്ടം മുതൽ എന്റെ പ്രിയപ്പെട്ട പിതാവ് CHന്റെ പ്രസംഗമുള്ളിടത്തൊക്കെ എന്റെ കൈവഴിച്ച് എന്നെ കൊണ്ടുപോകുമായിരുന്നു. എനിക്കറിയാം, എന്റെ പിതാവിനോടൊപ്പം CH മുഹമ്മദ് വായ സാഹിബ് കോഴിക്കോട്ട് മത്സരിച്ച ഒരു കാലഘട്ടത്തിൽ ഞാനൊരു ശിശുവാണ്. എല്ലാവരും കോഴിപ്പുറത്ത് മാത്രമേനോ ആരാണ് എതിർ സ്ഥാനാർത്ഥി തോന്നുന്നില്ല, ഞാൻ വളരെ ചെറുതാണ്. CH തോൽക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. CH നിർബന്ധമായിട്ട് ആ തോൽപ്പത്തിൽ തോൽക്കും. ബാഫത്ത് തങ്ങളുടെയും CHന്റെയും കോലമുണ്ടാക്കിയിട്ട് ഇപ്പം മണ്ണാർക്കാട് കോലുണ്ടാക്കിയല്ലോ, അതുപോലെ കോലമുണ്ടാക്കിയിട്ട് കോഴിക്കോട് പലരും സൂക്ഷിച്ചു. എന്തിന്? എലക്ഷൻ കഴിഞ്ഞാൽ കത്തിക്കാൻ വേണ്ടി മഹാനായ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫത്ത് തങ്ങളുടെയും CHന്റെയൊക്കെ കോലുണ്ടാക്കി വെച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. വളരെ ശക്തിയേറിയ തെരഞ്ഞെടുപ്പ്. മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ച ഒരു കാലഘട്ടം, കോൺഗ്രസ് പ്രതിപക്ഷത്തിൽ. എനിക്കറിയാവുന്ന CH മുഹമ്മദ് വായ ജയിച്ചപ്പോൾ അന്ന് ആ കടപ്പുറത്തിൽ സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിന് എന്റെ പിതാവ് എന്റെ കൈ പിടിച്ചെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രസംഗിച്ചത് ഞാൻ ഓർക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്നെ വിജയിപ്പിച്ചത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളല്ല, എന്നെ വിജയിപ്പിച്ചത് ഇവിടുത്തെ ഹിന്ദുക്കളല്ല, എന്നെ വിജയിപ്പിച്ചത് ഇവിടുത്തെ ക്രിസ്ത്യാനികളല്ല, എന്നെ വിജയിപ്പിച്ചത് നിങ്ങൾ എല്ലാവരും കൂടിയാണ് എന്ന് CH പറഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട പഴയനായ എന്റെ പിതാവ് പൊട്ടിക്കരഞ്ഞത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാനിപ്പോ ലീഗായ മഹാനായ CH മുഹമ്മദ് വായ സാഹിബിന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. സൗദി അറേബ്യയിൽ വന്നിട്ട് അന്നൊരു ചന്ദ്രിക മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന ജിദ്ദയിൽ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നന്നായിട്ട് അറബി സംസാരിക്കും, അറബി എഴുതും, അറബി പറയും. CH മുഹമ്മദ് വായ സാഹിബ്, ഇബ്രാഹിം സുലൈമാൻ സുലൈം സാഹിബും മറ്റേതൊരു നേതാവും കൂടെ ജിദ്ദയിലെ ഒരു സന്ദർശനത്തിൽ ഇവർ കന്നുവരുന്ന മുസ്ലിം ലീഗിന്റെയോ മുസ്ലിംകളുടെയോ വലിയൊരു സംഘടന, ഇതുപോലെ ഒരു 10-100 ആൾ പങ്കെടുക്കുന്ന ഒരു സംഘടന പോലും യോഗം പോലും കാതാലിപ്പുറമുണ്ടാകും മലയാളികൾ കൂടിയിട്ടില്ല. ഇവർക്ക് സ്വീകരണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത് മരിച്ചു ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സാഹിബ്, കളപ്പാടൻ, ഇവരൊക്കെ എന്റെ പഴയ സ്പോൺസർമാരുടെ അടിയന്മാരെ. അന്ന് മുഹമ്മദ് അബ്ദു, EN മുഹമ്മദ്, പഴയ മുഹമ്മദ്, ഇവരൊക്കെ ലീഗിന്റെ അനുഭാവികളും ചന്ദ്രിക റിലീസ് സ്പോൺസർ പ്രവർത്തകരുമായി. ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ട് ഞാനൊരു അപേക്ഷ എഴുതി അമീർ മക്കൾക്ക്, കേരളത്തിലെ മുസ്ലിം ലീഗുകളുടെ നേതാക്കന്മാർ വരുന്നു, അവർക്ക് സംഘടിതമായിട്ട് ഞങ്ങൾക്കൊരു സ്വീകരണം നൽകണം, ഒരു ഹഫ്ല തക്രീമിയ, അതിന് അനുവാദം നൽകണമെന്ന് പറഞ്ഞ് അവിടുത്തെ സെക്രട്ടറിനെ സ്വാധീനിച്ച് അതിന് അനുവാദം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്കറിയാം, കിലോ 2-ലുള്ള അൽസലാം ഹോട്ടല്, അന്ന് അതിന്റെ പേര് ഹോട്ടൽ മെരീഡിയൻ. അവിടെ കൊടുവള്ളിയുള്ള ഒരു അഡ്വക്കറ്റ് ജോലിക്കുണ്ടായിരുന്നു മിസ്റ്റർ അബ്ദുറഹ്മാൻ. ഞാൻ ഇന്ന് ഓർക്കുന്നു, ജിദ്ദയുടെ ആദ്യം അന്ന് KP മുഹമ്മദ് കുട്ടി സാഹിബ് ജിദ്ദയിൽ എത്തിയിട്ടില്ല. ഇന്ന് KMCCയുടെ പ്രഗത്ഭനായ നേതാവ് KP അന്ന് സൗദി അറേബ്യയിൽ എത്തിയിട്ടില്ല. ഇത് വാങ്ങിയിട്ട് ഞാൻ ആ ഹോട്ടലിൽ കൊണ്ടുകൊടുത്തു. അവിടെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിലൂടെ അങ്ങനെ വലിയൊരു ഹാള്, അന്നത്തെ
800-1000 റിയാൽ വാടകയുള്ളൂ. വലിയൊരു ഹാള്, മെരീഡിയനിലെ വലിയൊരു ഹാള് ബുക്ക് ചെയ്തിട്ട് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനും ഇബ്രാഹിം സുലൈമാൻ സേഠിനും ഞങ്ങൾ സ്വീകരണം. മലപ്പുറം ജില്ലയിലും വയനാട്ടിലൊക്കെ നടക്കുന്ന നമ്മളൊരു ജില്ലാ സമ്മേളനം പോലെ ആയിരക്കണക്കായ മലയാളികൾ ആദ്യമായിട്ട് ജില്ലയുടെ ചരിത്രത്തിൽ മുമ്പിലിട്ട 100 കസാല നിറഞ്ഞവർ കഴിഞ്ഞിട്ട് ശേഷം തറയിൽ നിന്ന് ആയിരക്കണക്കായ മലയാളികൾ അന്ന് ഈ വിനീതനായി സ്വാഗതം പറഞ്ഞത്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് സ്വാഗതം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അന്ന് സുഖം ഇല്ലാതായിരിക്കുന്നു. ആ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മഹാനേതാവല്ല, ഞാനൊരു മഹാരോഗിയാണ്. ഞാനൊരു മഹാരോഗിയാണ്, മഹാനേതാവല്ല. മരുന്നുകൾ നൽകുന്ന, മരുന്നുകൾ ആവഹിച്ചു പോകുന്ന ഒരു മഹാരോഗിയാണ് മിസ്റ്റർ മുഹമ്മദ് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ CH മുഹമ്മദ് കോയ സാഹിബിന്റെ വാക്കുകളും പ്രസംഗങ്ങളും കേട്ടാണ് ഞാൻ ലീഗായത്. അതുപോലുള്ള നേതാക്കന്മാരില്ലെങ്കിലും ആ ആവേശം നമ്മൾ പിടിക്കുന്നത് എന്തിനാ നമ്മൾ ഈ സംഘടന ഉണ്ടാക്കുന്നത്? നമുക്കറിയാം, നാളെ നമ്മുടെ കുട്ടികൾക്ക് ഇന്ത്യ രാജ്യത്ത് ഞാനൊരു മുസൽമാനാണ് എന്ന് പറഞ്ഞ് ജീവിക്കാൻ കഴിയണമെങ്കിൽ, ഞാനൊരു മുസൽമാനാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയണമെങ്കിൽ തീർച്ചയായും ഈ സംഘടന നമുക്ക് വേണം. ഇല്ലെങ്കിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ നിവർച്ചിടത്തവും സുപ്രത്തിൽ വെച്ച പാത്രത്തിലേക്ക് 4 ഭാഗത്തു നിന്നും കൈകൾ നീട്ടി മനുഷ്യർ തിന്നു തീർക്കുന്നത് പോലെ ഈ സമുദായത്തെ നശിപ്പിക്കുമ്പോൾ അത് അരുത് എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ മുസ്ലിങ്ങളാക്കി നമുക്ക് ജീവിക്കണമെങ്കിൽ, നിങ്ങൾക്കറിയാം, ബോംബെയിൽ ഒരു ജമാഅത്തിനോ ഒരു ജുമാക്കോ ആൾക്കാർ നടന്നിട്ട് സഫായിട്ട് ആ സഫ് റോട്ടിലേക്ക് ഇറങ്ങിയാൽ റോട്ടിൽ വെച്ച് അവർക്ക് നമസ്കരിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലോ എവിടെ നിസ്കരിക്കാം? പള്ളി നിറഞ്ഞ് ഈദ്ഗാഹ് എവിടെയൊക്കെ വേണോ ഈദ്ഗാഹ് ഉണ്ടാക്കാം, ആരും ചോദിക്കാറില്ല. ഇതാരാ നേടിത്തന്നതെന്നറിയോ? ഈ ആസ്തിത്വം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയത് മുസ്ലിം ലീഗ് മാത്രമാണ്. എന്തുകൊണ്ട്? മുസ്ലിം ലീഗ് ഇല്ലാത്ത ഒരു സ്ഥലത്തും അത് നടക്കുന്നില്ല. ചെറിയൊരനുഭവം ഞാൻ പറയട്ടെ. എൻ്റെ നാട്ടില് സുൽത്താൻ ബത്തേരിയിൽ ഒരു 10-25 കിലോമീറ്റർ പോയിട്ട് പുൽപ്പള്ളി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നമസ്കാര പള്ളിയുടെ അടുത്ത് ചെറിയൊരു പീഡിക റൂം. ആ പീഡിക റൂമിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ വൈകുന്നേരമായ സ്ഥലത്തെ പോലീസുകാരും സ്ഥലത്തെ പൗരമുഖ്യനും ഒക്കെ വന്നിട്ട് ഷീട്ട് കളി, ലേശം വെള്ളടി. ഇതിന്റെ സർവത്ര ദൂഷ്യവും പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന മുസ്ലിമീങ്ങൾ SIയെ കണ്ട് പറഞ്ഞു കാര്യമില്ല. സ്ഥലത്തെ പ്രഗത്ഭരായ പലരോടും പരാതി പറഞ്ഞു, ഒരു കാര്യവുമില്ല. അവസാനം എന്തുണ്ടായിരുന്നത്? ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ആ യോഗത്തിലുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിരിക്കും, ബഹുമാനം PC അഹമ്മദ് സാഹിബ്, സുൽത്താൻ ബത്തേരി പഞ്ചായത്തിന്റെ 25 കൊല്ലത്തെ പ്രസിഡന്റായിരുന്ന PC, ആദ്യ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരനാണ്. ഞാനൊക്കെ MSFന്റെ പ്രസിഡന്റ് ആയപ്പോഴേ സെക്രട്ടറി പ്രവർത്തനം നടന്നിരുന്ന കാലത്ത് അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരനാണ്. ചന്ദ്രിക പ്രചരണത്തിന് വേണ്ടി ഞാൻ ശിശുവായിരുന്ന, ഒരു അനാഗമന സ്പഷ്ടമായിരുന്ന കാലഘട്ടത്തിൽ സുൽത്താൻ ബത്തേരി ടൗണിലൂടെ പോകുമ്പോഴാണ് കളിയാക്കുമായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് വന്നു. ആ PC അഹമ്മദ് സാഹിബ് ഇരിക്കുന്ന ആ യോഗത്തിലേക്ക് ഈ പാപ്പളശ്ശേരി ആ മഹലിന്റെ പേര്, അവിടുത്തെ ആ മുസ്ലിയാർ കടന്നു വന്നിട്ട് പറഞ്ഞു, PC, ഞങ്ങൾക്ക് അവിടെ നിസ്കരിക്കാൻ യാതൊരു നിർവാഹമില്ല. ആ പള്ളിയുടെ അടുത്ത് റൂം വാടകയ്ക്ക് എടുത്തിട്ട് അതിൽ ഷീട്ട് കളിയും കള്ളുകുടിയും, നമസ്കരിക്കാൻ ആൾക്കാർക്ക് വരാൻ യാതൊരു സൗകര്യവുമില്ല. ഇതിനൊരു പരിഹാരമാണ്. ഞങ്ങൾ പരാതിയുമായി പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പലരുടെ അടുത്തും പോയി, എവിടെയും ഞങ്ങൾക്ക് രക്ഷ കിട്ടിയിട്ടില്ല. PC അഹമ്മദ് സാഹിബ് നേരെ ഫോൺ എടുത്തിട്ട് SIക്ക് ഒരൊറ്റ വിളിയാണ്, PC വിളിക്കുക. പാപ്പളശ്ശേരി പഞ്ചായത്തിലെ പാപ്പശ്ശേരി പള്ളിയുടെ അടുത്തുള്ള റൂമിലെ കള്ളുകുടിയും മാർഗത്തിൽ ജീവിക്കാനുള്ള ഒരു സന്ദർഭം ഒരു ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് നൽകുമാറാവട്ടെ. ഇസ്സത്തോടുകൂടി, അഭിമാനത്തോടുകൂടി ഞാൻ ഒരു മുസൽമാനാണ് എന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു.